പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കമന്റ് അകത്ത് കിടക്കുന്നതിന് അനുവാദം കൊടുക്കുന്നതിന് ഉപയോഗിക്കുമ്പോൾ ഗിവിംഗ് സമൺ പെർമിഷൻ ടു എൻ്റർ കമാൻഡ് ഉപയോഗിക്കുന്നത് പ്രോത്സാഹനത്തിനും പ്രേരിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. എൻകറേജ്മെന്റ് ഓർ എർജിങ്. നിരാശയും സന്ദേഹവും പ്രകടിപ്പിക്കാനും കമാൻഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു വേർബ് കൊണ്ട് തന്നെ പല അർത്ഥങ്ങളുള്ള വാക്കുകളും വാക്യങ്ങളും ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഫ്രേസൽ വേർബിന്റെ ഏറ്റവും നല്ല ഉപയോഗം. സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് വാക്കുകളും വാക്യങ്ങളും ഉണ്ടാക്കാൻ ഏറെ സഹായിക്കുന്നതാണ് ഫ്രേസൽ വേർബ്സ്. ഇതിൻ്റെ നിരവധി വീഡിയോകൾ ചാനലിലുണ്ട്. ഇതേപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷിനെ സഹായിക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ നിത്യേന ജീവിതത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെ ഇംഗ്ലീഷിൽ പഠിച്ചു വയ്ക്കുക. ഞാൻ 6 മണിക്ക് ഉണരും. ഐ വേക്കപ്പ് അറ്റ് 6 o'clock. ഞാൻ പല്ല് തേക്കുകയാണ്. ഐ ആം ബ്രഷിംഗ് മൈ ടീത്ത്. ഞാൻ ആദ്യം ഒരു കപ്പ് വെള്ളവും പിന്നെ ചായയും കുടിക്കും. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് വാട്ടർ ഫസ്റ്റ് ആൻഡ് ദെൻ ടീ. ഞാൻ രാവിലെ 8 മണിക്ക് മുമ്പ് പ്രഭാത ഭക്ഷണം കഴിക്കും. ഐ ഈറ്റ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ബിഫോർ 8 AM. ഞാൻ എൻ്റെ സന്ദേശങ്ങൾ പരിശോധിക്കുകയാണ്. ഐ ആം ചെക്കിംഗ് മൈ മെസ്സേജസ്. ഞാൻ സ്കൂളിൽ പോകുന്നു. ഐ ആം ഗോയിങ് ടു സ്കൂൾ. ഞാൻ ഓഫീസിൽ പോകുന്നു. ഐ ആം ഗോയിങ് ടു ഓഫീസ്. ഇപ്പോൾ ഞാൻ ജോലിക്ക് പോകുന്നു. നൗ ഐ ആം ഗോയിങ് ടു വർക്ക്. ഇപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് പോകുന്നു. നൗ ഐ ആം ഗോയിങ് ടു ദ കിച്ചൺ. ആ മെയിലിന് ഞാൻ പെട്ടെന്ന് മറുപടി അയക്കണം. ഐ മസ്റ്റ് മേക്ക് ആൻ അർജന്റ് റിപ്ലൈ ടു ദാറ്റ് മെയിൽ. ഞാൻ ബസ്സിൽ പോകാം. ഐ വിൽ ടേക്ക് എ ബസ്. ഞാൻ ആദ്യം എന്തെങ്കിലും കഴിക്കാം. ഐ വിൽ ഈറ്റ് സംതിങ് ഫസ്റ്റ്. പിന്നെ ജോലി, ദെൻ വർക്ക്. ഇങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ റൊട്ടീനുകൾ ഇംഗ്ലീഷിലാക്കി പഠിച്ചു വയ്ക്കുക. മറ്റൊരു വഴി, അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി ചാനലിൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. മറ്റൊരു വഴിയാണ് ആസ്ക് യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ ചോദിക്കുക. വാട്ട് ഷുഡ് ഐ വെയർ ടുഡേ? ഇന്ന് ഞാൻ എന്ത് ധരിക്കണം? ഡു ഐ ഹാവ് മീറ്റിംഗ്സ്? എനിക്ക് എന്തെങ്കിലും മീറ്റിങ്ങുകൾ ഉണ്ടോ? ഒരു ദിവസം നിങ്ങൾ നേരിടേണ്ടി വരുന്ന കാര്യങ്ങളെയും ഇംഗ്ലീഷിൽ ഓർത്തു വയ്ക്കുക. മറ്റൊരു വഴിയാണ് സിറ്റുവേഷനോട് പ്രതികരിക്കുക. മഴ പെയ്യുമ്പോൾ കുട കയ്യിലില്ലെങ്കിൽ ഓ നോ ഐ ഫോർഗോട്ട് മൈ അംബ്രല്ല. അയ്യോ, ഞാൻ കുട മറന്നുപോയി എന്നോ ദാറ്റ് വാസ് എ ഫണ്ണി മൂവി, അതൊരു രസകരമായ സിനിമ ആയിരുന്നു എന്നോ ഗ്രേറ്റ് ഇറ്റ് ഈസ് ഫൈനലി സൺഡേ, കൊള്ളാം ഒടുവിൽ ഞായറാഴ്ചയായി. ഇങ്ങനെ സിറ്റുവേഷനോട് റിയാക്ട് ചെയ്യുന്ന വാചകങ്ങൾ നിർമ്മിച്ച് ഓർത്തു വയ്ക്കാൻ ആവും. ഐ ആം ഇൻ എ ഹറി, ദാറ്റ് ഈസ് ഇനഫ്, നെവർ മൈൻഡ്, ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ലെറ്റ് us see പോലുള്ള ഡെയിലി എക്സ്പ്രഷൻസ് മനസ്സിലാക്കി വയ്ക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കഴിവിനെ വളരെയധികം ഉയർത്തും. ഞാൻ ഈ പറഞ്ഞൊക്കെ 2-3 മാസം പ്രാക്ടീസ് ചെയ്തെടുത്താൽ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് മറ്റൊരു തലത്തിലേക്ക് ഉയർത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.